ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് സീഗാഡി മസിലയിലെ ആക്ടിവിറ്റീസാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പിക്ചർ കണ്ടില്ലേ, അപ്പോൾ നോക്കാം. ലിഗേ ബൂഡി അമ്മ കിൻസെ മിലി, നമ്മുടെ മുത്തശ്ശി ആരൊക്കെയാണ് കണ്ടുമുട്ടിയത് എന്നാണ്. അപ്പോൾ നമ്മളെ മുത്തശ്ശി നമ്മുടെ മത്സ്യം ഉണങ്ങാത്തതിന് കാരണം അന്വേഷിച്ചിട്ട് ഓരോരുത്തരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ആദ്യം ആരുടെ അടുത്തേക്കാണ് പോയത്? മച്ച്ലീൻ്റെ അടുത്തേക്കല്ലേ പോയത്. പിന്നെ നമ്മുടെ ഘാസിൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ബച്ച്ഡൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ ആരുടെ അടുത്തേക്കാണ്? ഔരത്തിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബച്ചൻ്റെ അടുത്തേക്ക് പോയി. അവസാനം ചീണ്ടിയുടെ അടുത്തേക്കാണ് അല്ലേ പോയത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഇവരുടെ നേരെ അവരുടെ നെയിം എഴുതി കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ രംഗ് ദേ ഉചിത് സംവാദ സേജോടെ, ഇവിടെ എന്താണ്, നമ്മളെ പിക്ചറിനൊന്നും കളറില്ല അല്ലേ. അപ്പോൾ ഇതിന് രംഗ് ദേ കളറ് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉചിത് എന്നിട്ട് ഉചിത് സംവാദ സേജോടെ, പിന്നെ ഇതാ ഇവിടെ കുറച്ച് ഓരോരുത്തരുടെ സംഭാഷണങ്ങളുണ്ട്, ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് അവരുടെ നേരെ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പം നോക്കാം, യോജിപ്പിച്ച് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജബ് ബച്ചേനെ रोना ही बंद नहीं किया तो मैं बछड़े को कैसे छोड़ती. ഇവിടെ എന്താ, അപ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്താഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് പശുക്കുട്ടിയെ അയച്ചു വിടുക? ഇതാരാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മുടെ ഔരത്താണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നേരെ ആ സംഭാഷണം കൊണ്ടുപോയിട്ട് അവിടെ യോജിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ഔരത്തിന് നേരെ കൊടുക്കണം അല്ലേ. ഇനി അടുത്തത് ബച്ച്ഡേനെ മുജേ നഹി ഖായാ തോ മേ ക്യാ കരൂം. പശു എന്നെ കഴിക്കാഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ അതാരാ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഘാസാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നേരെ നമ്മുടെ ഘാസിന് നേരെ യോജിപ്പിച്ചു കൊടുക്കാം. ഇനി അടുത്തത് घर की औरत ने मेरी रस्सी नहीं खोली तो मैं क्या करूँ. എന്താ, വീട്ടിലെ സ്ത്രീ എൻ്റെ കയറ് അഴിച്ചു വിടുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഇതാരാ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കയറ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പശുക്കുട്ടി ആയിരിക്കില്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നേരെ നമ്മുടെ ബച്ച്ഡൻ്റെ അടുത്തേക്ക് നീക്കി വെക്കാം അല്ലേ. ഇനി അടുത്തത് മുജെ ചീണ്ടിനെ കാട്ടാത്ത तो मैं क्या करूँ. എന്നെ ഉറുമ്പ് കടിച്ചത് കൊണ്ടാണ്, ഉറുമ്പ് കടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്നാ ചോദിക്കുന്നില്ലേ. तो मैं क्या करूँ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ അതാരാ പറഞ്ഞത്? നമ്മളെ ഉറുമ്പ് ആരെയാണ് കടിച്ചത്? നമ്മുടെ ബച്ചേനല്ലേ കടിച്ചത്. അപ്പോൾ അത് നേരെ ബച്ചയ്ക്ക് നേരെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്തത് തും ചട്ടായി കോ ലപ്പേട്ടിലോ और मुझे जाने दो. നിങ്ങൾ പായ ചുരുട്ടി വെക്കൂ, എനിക്ക് പോവാനുള്ള വഴി നൽകൂ എന്നാ പറഞ്ഞേ. അപ്പോൾ ഇതാരാ പറഞ്ഞിട്ടുള്ളത്? ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ചീണ്ടിയാണ് അല്ലേ. അപ്പം അത് നേരെ നമ്മുടെ ചീണ്ടിയുടെ അടുത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇതവിടെ കറക്റ്റാക്കി മിസ് കൊടുത്തിട്ടുണ്ട്. മക്കൾ ഇതൊക്കെ നോക്കിയൊന്ന് പഠിക്കണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത് നീജെ ദിയെ ഗയെ വാക്യ പർ ധ്യാൻ ദേ, എന്താണ് താഴെ കൊടുത്തിട്ടുള്ള വാക്കുകൾ നോക്കുക അല്ലേ, സെൻറ്റൻസുകൾ ശ്രദ്ധിക്കണേ. ബൂഡി അമ്മ മച്ലിയും ക സുഖ രഹിത്തി, എന്താണ് നമ്മുടെ വൃദ്ധയായ മുത്തശ്ശി, എന്താണ് വൃദ്ധയായ അമ്മ മത്സ്യങ്ങളെ വെയിലത്ത് ഉണക്കുന്നു. ഇതേപോലെ പാഠഭാഗ സെ ഐസെ വാക്യ ചുൻകർ ലിഖേ, അതുപോലെ അതേ മോഡൽ നമ്മുടെ പാഠഭാഗത്ത് കുറച്ച് വാക്യങ്ങൾ വന്നിട്ടുണ്ട്, സെൻറ്റൻസുകൾ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ പാഠഭാഗത്ത് ഇതേ മോഡൽ കുറേ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് മോഡൽ മിസ് കാണിച്ചു തരാം. ഏക് ഹാത്ത് സേ ബച്ചൻ കോ സഹലാ രഹിത്തി അല്ലേ, ഒരു കൈ കൊണ്ട് കുട്ടിയെ തലോടിക്കൊണ്ടിരിക്കുന്നു. പിന്നെന്താ, ബച്ച ചട്ടായി പർ പടാ പടാ രോ രഹാത്ത, ബൂഡി അമ്മ കവോം കോ ബഗാ രഹിത്തി. ഇതുപോലെ ഇനി ഒരുപാട് വേർഡ്സ് ഉണ്ട് നമ്മുടെ ചാപ്റ്ററിൽ, അത് കണ്ടെത്തിയിട്ട് എഴുതണം കേട്ടോ. ഇനി
ഐസെ അധിക വാക്യ ബനായേ. ഇതുപോലെ എന്താണ് മുകളിൽ തന്നതുപോലെ നമ്മുടെ താഴെതായി ബോക്സിൽ കുറച്ച് തന്നിട്ടുണ്ട്, അതേപോലെ നിർമ്മിക്കാനാണ് കുറച്ചും കൂടെ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, മക്കൾ ശ്രദ്ധിക്കണേ. മച്ചു ആര ആരഹ ഹേ. അവിടെ രഹ ഹേ എന്ന് പകരം നമ്മളിവിടെ കൊടുക്കുന്നത് എന്താ, രഹാത്ത. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് ഹേ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ത ആണ്. ഓക്കെ, അപ്പോൾ മച്ചു ആര ആരഹ ഹേ, അതിന് പകരം അതിൻ്റെ അതേ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എന്താണ്, മച്ചു ആര ആരഹാത്ത. അതുപോലെ മച്ചു ആരിൻ ആരഹി ഹേ, മച്ചു ആരിൻ ആരഹീത്തി. ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ സ്ത്രീലിംഗമാണ് വന്നിട്ടുള്ളത്, അപ്പം അതുകൊണ്ട് എന്തായി, രഹീഹേ എന്നുള്ളതായി അല്ലേ. രഹാഹേ എന്നുള്ളത് രഹീഹേ ആയി. അതേ വ്യത്യാസം നമ്മളെ ഈ ഇപ്പുറത്തെ കള്ളിയിൽ വന്ന് എന്താ, മച്ചുവാരിൻ ആരഹീത്തി. ഓക്കെ, ആരഹീത്തി. അപ്പം രഹീത്തി രഹീഹേ എന്ന് വരുമ്പം രഹീത്തി എന്നും രഹാഹേ എന്ന് വരുമ്പോൾ രഹാത്ത എന്നുമാണ് വരിക കേട്ടോ. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. ബച്ച്ഡ ഗാരഹാഹേ, അപ്പം ഇവിടെ എന്തായിരിക്കും വരിക, ബച്ച്ഡ ഗാരഹീത്തി അല്ലേ. പിന്നെ എന്താ, ബൂഢിയമ്മ ബൈട്ട് രഹീഹേ. ഇവിടെ എന്താ, ബൂഢിയമ്മ ബൈട്ട് രഹീത്യേ. ചീണ്ടി ചൽ രഹീഹേ, അപ്പം ഇവിടെ എന്താ വരിക, ചീണ്ടി ചൽ രഹീത്തി. പിന്നെന്താ, കൗവ ബഗാരഹാഹേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, കൗവ ബഗാരഹീത്തി. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മക്കളെ. ഇവിടെ ആൻസർ മിസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിലെന്തൊക്കെയാണ് വ്യത്യാസം എന്ന് വരുന്നത് എന്നുള്ളത് കേട്ടോ. ഇനി ശബ്ദ ടൂണ്ടൻ ലിഖി. എന്താണ്, നമ്മുടെ ബോക്സിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പഠിച്ച വാക്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈസിയാണ് നമുക്ക് അല്ലേ. നമ്മൾ പഠിച്ച ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതൊന്ന് ആദ്യം റൗണ്ട് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിവിടെ താഴെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയുണ്ട് അതിൽ, ഘാസ് ഉണ്ട്, ബാസാറുണ്ട്, സമുദ്രമുണ്ട്, മച്ചുവാരിൻ, മച്ചുവാര, ചട്ടായി, ബീവി, മച്ച്ലി, രസ്സി, ബൂഡി, ചീൻറ്റി, ബരാന്ത, ഔരത്ത്, ജാൽ. ഇങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട് നമ്മുടെ ഈ ബോക്സിൽ. അപ്പോൾ മക്കൾസ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് റൗണ്ടൊക്കെ ചെയ്തിട്ട് എഴുതണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്ര കഹാനി ബനായേ. ഇവിടെ താഴെ ഒരു ഇതിൽ നമുക്ക് എന്താണ് സൂചനകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രകഥ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് അനുയോജ്യമായ വേർഡ്സുകളൊക്കെ നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. ജസ്റ്റ് മുകളിലൊന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളി ചിത്രം കാണുന്നുണ്ട് അല്ലേ നമ്മൾ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, ജൽത്ത സൂരജ്. എന്താ, സൂര്യൻ ഉദിക്കുന്നതുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എവിടെയാണ് കാണാൻ പറ്റുന്നത്, അതൊക്കെ മുർച്ചായ ഫൂൽ, പൗതേക്ക് സീഞ്ചന, ഗില ഹുവ ഫൂൽ, ലഡ്കിക്ക് ഖുഷി. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇവിടെ എന്താ പറയുന്നേ, ഫസ്റ്റ് ജൽത്ത സൂരജ് അല്ലേ. ജൽത്ത സൂരജ് ഇതിന് നേരെ വരുന്നേ, സൂര്യൻ ഉദിക്കുന്നതിന് നേരെ വരും അല്ലേ. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് അല്ലേ, നല്ല വെയിലിൻ്റെ സമയമാണ്. അപ്പോൾ അതിന് നേരെ ആ ചിത്രത്തിന് നമുക്ക് ജൽത്ത സൂരജ് എന്ന് കൊടുക്കാം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുർച്ചായ ഫൂൽ. ഈ വെയിൽ കൊണ്ടിട്ട് എന്താണ്, നമ്മളെ പൂവാടി കരിഞ്ഞു പോയിട്ടുണ്ട് അല്ലേ, വാടിയിട്ടുണ്ട്. അപ്പം മുർച്ചായ ഫൂൽ എന്ന് പറഞ്ഞാൽ വാടിയ പൂവ്. അപ്പം അത് നേരെ നമ്മുടെ മുർച്ചായ ഫൂൽ എന്നുള്ളത് നമ്മുടെ എവിടെ വരും, ഈ വാടിയ പൂവിൻ്റെ നേരെ വരും അല്ലേ. പിന്നെ അടുത്തത് പൗതേക്കോ സീഞ്ചന അല്ലേ. നമ്മുടെ എന്തിനാണ്, നമ്മളെ ചെടിക്കാരാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അതിനെ ഉന്മേഷം വരുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ, വെയിലത്ത് വാടിയപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഗേള് ചെയ്യുന്നത്. അപ്പോൾ അതിന് നേരെ അത് എഴുതി കൊടുക്കാം. പിന്നെന്താ, ഗില ഹുവ ഫൂൽ. എന്താ, വിരിഞ്ഞിരിക്കുന്ന പൂവ് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മുടെ പൂവ്, വാടിയ പൂവ് ഒന്ന് ഉന്മേഷത്തോടു കൂടെ നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നേരെ അവിടേക്ക് എഴുതി കൊടുക്കാം.
ഇനി ലഡ്കിക്ക് ഖുഷി, പിന്നെന്താണ് നമ്മുടെ പെൺകുട്ടിക്ക് എന്താണ് സന്തോഷമായി നമ്മുടെ പൂ വിരിഞ്ഞപ്പോൾ. ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതൊരു കഥ രൂപത്തിൽ നമുക്ക് ആക്കണം. ഓക്കെ, ഇതിന് മാച്ചിങ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊരു കഥയാക്കി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഇവിടെ നോക്കാം അല്ലേ, സെൻറ്റൻസ് ആക്കി മേക്ക് ചെയ്താൽ നമുക്കൊരു കഥയായിട്ട് മാറും അല്ലേ. നമുക്ക് നോക്കാം. ജൽത്താ സൂരജ്, ഏക് ദിൻ സൂരജ് തേസ് ചമക് രഹാ താ और बहुत गर्मी थी. എന്താണ് ഒരു ദിവസം എന്താണ് സൂരജ് അല്ലേ, നല്ല സൂര്യൻ എന്താ നല്ല തിളങ്ങിയിട്ട് വന്നു അല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നു, സൂര്യൻ ഉദിച്ചു വന്നു. പിന്നെന്താ അതെന്ത് ദിവസമായിരുന്നു, ബഹുത്ത് ഗർമിതി, എന്താണ് ഭയങ്കര ചൂടുള്ള ദിവസമായിരുന്നു അല്ലേ, ബഹുത്ത് ഗർമിതി, ചൂടുണ്ടായിരുന്നു അല്ലേ. നല്ല വെളിച്ചം എന്താണ് നല്ല മിന്നിത്തിളങ്ങുന്ന അഥവാ നട്ടുച്ച വെയിലത്തിൻ്റെ പോലെയാണ് അല്ലേ. തേജ് ചമക് രഹാത്ത ബഹുത്ത് ഗർമിത്തി. ഇനി അടുത്തത് എന്താ, നമ്മുടെ പൂവാടി പോവാല്ലേ. മുർച്ചായ ഫൂൽ और पानी की कमी के कारण एक पौधे का फूल मुरझा गया. എന്താണ് വാടിക്കരിഞ്ഞ പൂവില്ലേ, വാടിയ പൂവ്. ഗർമി और पानी की कमी के കാരണം വെയിലും അതുപോലെ തന്നെ എന്താണ് വെള്ളത്തിൻ്റെ കുറവും കാരണം एक पौधे का फूल മുർച്ചാ ഗയ, എന്താണ് നമ്മുടെ ചെടിയുടെ പൂവ്, ഒരു ചെടിയുടെ പൂവ് വാടിപ്പോയി അല്ലേ. പൗതേക്ക് സീഞ്ചിന, എന്താണ് പൗതേക്ക് സീഞ്ചിന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലേ, അതിനെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഏക് ലഡ്കിനെ ഉസ് മുർച്ചായ പൗതേക്കോ ദേഖാ और ഉസേ പാനി ദിയ. ഒരു പെൺകുട്ടി എന്താണ് ആ വാടിയ ചെടിയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഉസേ പാനി ദിയ, അതിന് വെള്ളം നൽകി അല്ലേ, അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഗിലാഹുവ ഫൂൽ, എന്താണ് വിരിഞ്ഞിരിക്കുന്ന പൂവില്ലേ. കുച്ച് സമയം ബാദ് ഫൂൽ ഫിർ സെ ഗിൽ ഗയാ और പൗധ ഹരാ ഭരാ ഹോ ഗയാ. എന്താണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടി എന്താണ് ആ പൂവ് എന്താണ് ഖിൽ ഗയാ, എന്താ വിരിഞ്ഞിരുന്നു അല്ലേ, വിരിഞ്ഞുകാണ്ട് അവർ പൗധ ഹരാ ഭരാ ഹോ ഗയാ, എന്താണ് ആ വാടിയ ചെടി എന്തായി ഹരാ ഭരാ ഹോ ഗയാ, നല്ല പച്ചപ്പോട് കൂടെ വന്നു അല്ലേ. ലഡ്കിക്ക് ഖുഷി ഫൂൽ കോ ഫിർ സെ ഗിലാ ദേഖ് ലഡ്കി ബഹുത്ത് ഖുഷാ ഹുയി. എന്താണ് പെൺകുട്ടിക്ക് സന്തോഷമായി. ഫൂൽ കോ ഫിർ സെ ഗിലാ ദേഖ് ലഡ്കി ബഹുത്ത് ഖുഷാ ഹേ, എന്താണ് നമ്മുടെ പെൺകുട്ടിക്ക് സന്തോഷമായി എന്ത് കണ്ടിട്ട്, പൂവ് വിരിഞ്ഞത് കണ്ടിട്ട് അല്ലേ. ഇനി ഇവിടെ നമുക്ക് പോസ്റ്റർ പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കച്ചറ മുക്ത് കേരൾ, എന്താണ് മാലിന്യമുക്ത കേരളം, അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ പോസ്റ്റർ നിർമ്മിക്കാനുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ സന്ദേശവാക്യം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് പിക്ചർ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഓവറായിട്ട് എഴുതൊന്നും വേണ്ട, നിങ്ങൾ പിക്ചർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. യഹ് ധർത്തി ഹമാരി ഹി നഹി ആനെ വാലി പീഡിയോൻ കി ഭീ ഹേ. എന്താണ് ഇത്, ഈ ഭൂമി നമ്മുടേത് മാത്രമല്ലല്ലേ, എല്ലാ ജീവജാലങ്ങളുടേതും കൂടിയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ സന്ദേശവാക്യം. അപ്പോൾ നമ്മൾ ഇതിനനുയോജ്യമായ പിക്ചർ വരച്ചെടുത്താൽ മതി. സന്ദേശവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് പോസ്റ്റർ നിർമ്മിക്കേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. ജസ്റ്റ് മോഡൽ മിസ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. കച്ചറ മുക്ത് കേരൾ അല്ലേ, കച്ചറ മുക്ത് കേരൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ അടിപൊളി ഒരു പിക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വേർഡ്സും കൂടെ ആഡ് ചെയ്യുക അല്ലേ. സ്വച്ഛത അപ്നാ കേരൾ കോ സുന്ദർ ബനാവോ അല്ലേ. പിന്നെ എന്താണ് നമ്മുടെ അതേ സന്ദേശവാക്യം ഇവിടെ കൊടുത്താൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ വേസ്റ്റ് ബോക്സ്, 2 വേസ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഗീല കച്ചറ, ഒന്ന് സൂക്ക കച്ചറ. എന്താണ്, ഒന്ന് നനഞ്ഞതും, ഗീല കച്ചറ എന്ന് പറഞ്ഞത് നമ്മൾ നനഞ്ഞിട്ട് വെറ്റായിട്ടുള്ളതും, സൂക്ക കച്ചറ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ വേസ്റ്റും. നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ ഹരിത കർമ്മസേന വരൂലേ,
നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് പ്ലാസ്റ്റിക്കുകളൊക്കെ ശേഖരിക്കാൻ. അപ്പം നമ്മളോട് നനഞ്ഞതൊരു ഭാഗത്തേക്കും ഉണങ്ങിയതൊരു കവറിലൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറയൂലേ? അതേപോലെയാണ് കേട്ടോ അത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇതേ സന്ദേശവാക്യം അതിൽ കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ അതേ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമ്മളോട് 3 വിധത്തിലാക്കി തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വേസ്റ്റുകൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഗർമേ വീട്ടിലെ വേസ്റ്റ്, സ്കൂൾമേ സ്കൂളിലെ വേസ്റ്റുകൾ, സമാജമേ സമൂഹത്തിലെ വേസ്റ്റുകൾ. ഇവയെല്ലാം എങ്ങനെയൊക്കെയാണ് അവർക്ക് ബോധവൽക്കരണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ബിജ്ലിക്ക് എന്താണ്? ബച്ചത് കരേം. എന്താണ്? വൈദ്യുതിയും വെള്ളവും എന്താണ്? സംരക്ഷിക്കുക. വീട്ടിലല്ലേ നമ്മൾ എന്ത് ചെയ്യുക? സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പിന്നെന്താ? പ്ലാസ്റ്റിക് കം പ്രയോഗ കരേ. എന്താ? പ്ലാസ്റ്റിക് കുറച്ച് ഉപയോഗിക്കുക. ഗീലെ സൂക്കെ കച്ചറയ്ക്ക് അലഗ് കരേ. എന്താണ്? ഉണങ്ങിയതും നനഞ്ഞതുമായ വേസ്റ്റുകൾ എന്താണ്? വേർതിരിച്ച് വെക്കുക. പുരാനി സമാനിക്ക പുനഃ ഉപയോഗ കരേ. എന്താണ്? പഴയ സാധനങ്ങളൊക്കെ പുനരുദ്ധാരണം ചെയ്യുക. വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത് നമ്മുടെ വീടുകളിൽ. അപ്പോൾ സ്കൂളുകളിൽ എന്താ ചെയ്യുക? സ്കൂൾമേ കച്ചറ ഡസ്റ്റ്ബിൻമേ ഡാലേം. എന്താണ്? വേസ്റ്റുകൾ എവിടെ ഡാല ചെയ്യാനാണ് പറയുന്നത്? വേസ്റ്റ് ബോക്സിൽ ഇടാനാണ് പറയുന്നത്. പിന്നെ കക്ഷാമേ സഫായി രഖേം. ക്ലാസ് റൂമുകൾ എന്താ ചെയ്യുക? വൃത്തിയാക്കി വെക്കുക അല്ലേ? പിന്നെ സാത്തി ബച്ചോങ്കോ പര്യവരൻ കെ ബാരേമേ സമചായേ. പിന്നെന്താ? കൂടെയുള്ള കൂട്ടുകാരെന്ത് ചെയ്യുക? നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരാക്കല്ലേ? മനസ്സിലാക്കി കൊടുക്കുക. പര്യവൻ ദിവസ് മനായേ. എന്താണ്? പരിസ്ഥിതി ദിനം എന്നാണ് നമ്മൾ ജൂൺ 5 ആഘോഷിക്കുന്നത് അല്ലേ? ആ ദിവസത്തെക്കുറിച്ച് മനസ്സിലാക്കല്ലേ? ആ ദിവസത്തെക്കുറിച്ച് നമ്മൾ ആഘോഷിക്കുക. സമാജമേ. ഇനി സമൂഹത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? പേട് ലഗായേ അല്ലേ? മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ജാഗരൂകത അഭിയാൻ ചലായേ. എന്താണ്? ജനങ്ങൾക്ക് എന്താണ്? ഈ വേസ്റ്റിനെ കുറിച്ചൊക്കെ ജാഗ്രത കൊടുക്കുക. സ്വച്ഛത അഭിയാൻമേ ഭാഗലേ. പിന്നെന്താ? സ്വച്ഛത അഭിയാൻമേ ഭാഗലേ. എന്താണ്? ശുചിത്വ പ്രോഗ്രാമുകളിലെ എല്ലാവരെയും ഭാഗമാക്കുക. പിന്നെ കച്ചറ ഫൈലയേം അവർ ദൂസരക്ക് ബി സമച്ചായേ. മാലിന്യം വലിച്ചെറിയുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ഇതാക്കുക അല്ലേ? ബോധവാന്മാരാക്കുക. അവരെ മനസ്സിലാക്കി കൊടുക്കുക. മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നടത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിൽ. എല്ലാവരും നന്നായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.